ജീവിതം ഇങ്ങനെ വെറുതെ കടന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ എടുത്ത് നോക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിലേക്കോ ജോലിയിലേക്കോ ജിമ്മിലോ ഒക്കെ പോകുന്നു. എന്തെങ്കിലുമൊക്കെ തോന്നാൻ വേണ്ടി വീണ്ടും റീലുകൾ സ്ക്രോൾ ചെയ്യുന്നു, എന്നിട്ട് ഉറങ്ങാൻ പോകുന്നു. ഓരോ ദിവസവും നിങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ ചെയ്യുന്നു. സമൂഹം നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ പിന്തുടരുന്നു. നല്ല മാർക്ക് വാങ്ങുന്നു, ജോലി നേടുന്നു, പണമുണ്ടാക്കുന്നു, പ്രൊഡക്റ്റീവായി ഇരിക്കുന്നു, വിജയിക്കുന്നു. എന്നാൽ ആരും നിങ്ങളോട് പറയാത്തൊരു സത്യമുണ്ട്. നിങ്ങൾക്കിതെല്ലാം ഉണ്ടായിട്ടും ശൂന്യത തോന്നാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം. കാരണം ജീവിതം എങ്ങനെ ആസ്വദിക്കണമെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ അതിജീവിക്കണമെന്ന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടേതല്ലാത്ത ഒരുതരം ജീവിതത്തിന് പിന്നാലെയാണ് നമ്മൾ മിക്കവരും പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കാത്ത റൂട്ടീനുകൾക്കനുസരിച്ചും നമ്മൾ ഉണ്ടാക്കാത്ത സ്വപ്നങ്ങൾക്കനുസരിച്ചും നമ്മൾ വയ്ക്കാത്ത പ്രതീക്ഷകൾക്കനുസരിച്ചും നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിയതുപോലെ തോന്നുന്നതെന്ന് ആലോചിക്കുന്നു. ഇതിനൊരു കാരണമേ ഉള്ളൂ. നിങ്ങൾ ഈ സിസ്റ്റത്തിന് അനുസരിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് നിങ്ങൾ സ്വയം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനെ തകർക്കാനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതം ആസ്വദിക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടമായത് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയിരുന്ന നിങ്ങളെ തന്നെ ആയിരിക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ചിരിച്ചിരുന്ന നിങ്ങളെ തന്നെ. അടുത്ത നേട്ടത്തെക്കുറിച്ചോ ഇപ്പോൾ അടുത്ത് സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിച്ചിരുന്ന നിങ്ങൾ, അതായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ജീവിതം ആസ്വദിക്കുക എന്നത് നിങ്ങൾ നേടേണ്ട ഒരു പ്രതിഫലമല്ല. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനൊറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി. ഹെഡ്ഫോൺ ഇല്ലാതെ വൈകുന്നേരം ഒന്ന് നടക്കാൻ പോവുക, എന്തെങ്കിലും എഴുതുക, എന്തെങ്കിലും വരയ്ക്കുക, നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ളൊരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുക, സൂര്യാസ്തമയം കാണുക, ചുറ്റും നോക്കി നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതാണോ എനിക്ക് ശരിക്കും വേണ്ടത് എന്ന്. കാരണം ആരും നിങ്ങൾക്ക് സന്തോഷം എടുത്തു തരാൻ വേണ്ടി വരുന്നില്ല. സ്വതന്ത്രമായി ജീവിക്കാനുള്ള അനുവാദം തരാൻ ആരും വരില്ല. ആ അനുവാദം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ അനുവാദം നൽകുമ്പോൾ നിങ്ങൾ അതിജീവിക്കുന്നത് അവസാനിപ്പിച്ചു ജീവിക്കാനായി തുടങ്ങും. കാരണം യഥാർത്ഥ സന്തോഷം ഭാവിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല, അത് വർത്തമാനത്തിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതും കാലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്.